നീരാഞ്ജനത്തിലായിരിക്കും അല്പനേരം മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ പൊതുദർശനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 12 മണിക്ക് തന്നെ സംസ്കാര കർമ്മങ്ങൾ നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉച്ചതിരിഞ്ഞ് 12 മണിക്ക് കൊച്ചിയിൽ ഈ ചിത എരിഞ്ഞടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണങ്ങളിൽ ഒന്നായ അതിൽ ബലിയാടായി മാറിയ ഒരു മനുഷ്യൻ്റെ വിയോഗമായിരിക്കും കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്ന് നമ്മൾ അറിയുക. ഇദ്ദേഹത്തെ പോലെ 26 പേരുടെ ജീവനാണ് തീവ്രവാദികൾ പഹൽഗാമിൽ അപഹരിച്ച് കളഞ്ഞത്. നിരപരാധികളെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയുന്ന സഞ്ചാരത്തിന് വേണ്ടി മാത്രം കാശ്മീരിലെത്തിയ ഒരു 26 ആളുകളെയാണ് തോക്കിനിരയാക്കി ഒരുപക്ഷെ കാശ്മീർ ഒളിപ്പോർ യുദ്ധത്തിൽ ഭാഗഭാക്കാകുന്ന ഈ തീവ്രവാദികൾ കടുങ്കൈ കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നിരപരാധികളായ മനുഷ്യർക്ക് വേദനയോടെ വിട ചൊല്ലേണ്ടി വരുന്ന നിമിഷം അദ്ദേഹത്തിനെ ക്രൂരമായി കൊല ചെയ്ത ഈ നിരപരാധികൾ ഈ അപരാധികൾ അവരാരായിരുന്നാലും ശരി അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ തീവ്രവാദികൾ എന്നല്ല, അവരെ സഹായിച്ച സ്പേസ് എവിടെയാണോ, അവരെ സഹായിച്ച രാജ്യമാരാണോ അവരെയൊക്കെ തന്നെ കർക്കശമായ തിരിച്ചടികളിലൂടെ ശിക്ഷ നൽകും എന്ന് പ്രധാനമന്ത്രി ഇന്നലെ അസന്നിഗ്ധമായ വാക്കുകളിൽ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ദേശാഭിമാനം തൊടുന്ന നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ ഇടപ്പള്ളി സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ബലിയാടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. തീവ്രവാദികളുടെ ബലിത്തറയിൽ ഒരാളെ കൂടി അവർ കുരുതി കഴിക്കുകയായിരുന്നു. ഇടപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ നിർഭാഗ്യകരമായി ഇതിൽ പെട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ മകളുടെയും പേരക്കുട്ടികളുടെയും സാന്നിധ്യത്തിൽ നിറയൊഴിച്ച ആ തീവ്രവാദി ഓർമ്മിക്കുന്നുണ്ടാകില്ല ഈ മനുഷ്യൻ ഇടപ്പള്ളിക്കാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന്. മതവെറി കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഈ തീവ്രവാദികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പം എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. അല്പസമയത്തിനകം മാമംഗലത്തെ നീരാഞ്ജനത്തിൽ ഈ മൃതദേഹം എത്തും. അവിടെ പൊതുദർശനം ഉണ്ടാകും. നീരാഞ്ജനത്തിൻ്റെ ഓരോ വാതിലിലും ഓരോ ഇടനാഴിയിലും രാമചന്ദ്രൻ്റെ വളരെ കാലത്തെ ജീവിതത്തിൻ്റെ ബാക്കിപത്രം ഊർന്നു കിടപ്പുണ്ടായിരിക്കും. അവിടെ രാമചന്ദ്രൻ്റെ മൃതദേഹം ചേതനയേറ്റ ഈ ശരീരം അവിടെ കിടക്കുമ്പോൾ ഒരുപക്ഷെ ഈ നാട് തേങ്ങുകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയൽപ്പക്കക്കാർക്കും അയൽവാസികൾക്കും ഏറ്റവും ചിരപരിചിതനും സുഹൃത്തുമായി മാറിയ ഒരു മനുഷ്യൻ്റെ വിയോഗത്തിന് ഇനി ഏറ്റവും അടുത്ത ആളുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതും ഏറ്റവും വലിയ ദുഃഖാകുലരാക്കും. ഒരുപക്ഷെ സങ്കടക്കടൽ വീണു പോകുന്ന ഒരു ജനതയായിരിക്കും ഈ മാമംഗലത്ത് ഉണ്ടാവുക. കാരണം അവർ എത്രയോ കാലമായി അവരുടെ തോളിൽ കൈയിട്ട് നടന്ന ആൾ, അവരെ കാണുമ്പോൾ ചിരികളിൽ സൗഹൃദം പുതുക്കിയ ഒരാൾ, അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട ഒരാൾ, ഉറ്റവരും ബന്ധുക്കളും എല്ലാം ഒത്തുചേർന്ന് അദ്ദേഹത്തിന് വിയോഗം, അദ്ദേഹത്തിന് അന്ത്യവാക്കുകൾ നൽകുമ്പോൾ, സാന്ത്വന വാക്കുകൾ പറയുമ്പോൾ ഒരുപക്ഷെ ഈ നാട് നടുങ്ങിപ്പോകുന്ന ഒരു ഓർമ്മയായി രാമചന്ദ്രൻ മാറുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ അദ്ദേഹം ചേക്കേറുമ്പോൾ ഈ നാടിൻ്റെ നൊമ്പരമായിരിക്കും രാമചന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും അതിക്രൂരമായ തീവ്രവാദി ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. സഞ്ചാരത്തിന് വേണ്ടി മാത്രമെത്തിയ ടൂറിസ്റ്റുകളെയാണ് നരാധമന്മാരായ തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തിയത്. AK-47 പോലെയുള്ള അത്യാധുനിക റൈഫിളുകൾ, തോക്കുകൾ കൊണ്ടാണ് ഇവരെയൊക്കെ നേരിട്ടത് എന്നുകൂടി അറിയുമ്പോഴാണ് എത്ര നെറികെട്ടവന്മാരാണ് ഈ തീവ്രവാദികൾ എന്ന് നമ്മൾ അറിയുക. രക്തം കുടിച്ച് ഒരിക്കലും താല്പര്യം കുറയാത്ത രക്തദാഹികളായ തീവ്രവാദികളുടെ തോക്കിനിരയായ ഈ മനുഷ്യൻ ഒരുപക്ഷെ പൊതുരംഗത്തും ആളുകളുടെ ചിരകാല സുഹൃത്തുമൊക്കെയായ ഈ മനുഷ്യന് വേദനയോടെ വിട ചൊല്ലുമ്പോൾ ഒരു നാട് മുഴുവൻ തേങ്ങിക്കരയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പഹൽഗാം രാജ്യത്തെ ഏറ്റവും വലിയ കണ്ണീർ സ്പോട്ടായി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ അടുത്ത കാലത്ത് ഏറ്റുവാങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി പഹൽഗാമിന് വേണ്ടി നൽകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് കർഷകർ, കോടിക്കണക്കിന് കർഷകരുടെ കുടിവെള്ളം മുട്ടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സിന്ധു നദീ ജലം പങ്കിടില്ല എന്ന രീതിയിൽ ആ കരാർ തന്നെ ഇന്ത്യ മരവിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വിസ നൽകില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ പാകിസ്ഥാനികളും പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാനും ഇന്ത്യ ആവശ്യപ്പെട്ടു. കർക്കശമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി ചൊല്ലുകയാണ്. ഒരുപക്ഷെ ഭാരതാംബയുടെ മനസ്സിൽ തീ കോരിയിട്ട ഈ സംഭവത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുമെന്ന് ആയിരക്കണക്കിന് ഘട്ടങ്ങൾ വിളിച്ചു പറയുന്ന ഈ അപൂർവ നിമിഷമാണിപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം നീരാഞ്ജനത്തിലേക്ക് പോവുകയാണ് ഈ ആംബുലൻസിൽ കിടക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ ഏറ്റവും സഹൃദയനും ഒരുപക്ഷെ ആളുകൾക്ക് ഏറ്റവും ഉറ്റവനും ഉടയവനുമായി മാറിയിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇങ്ങനെ യവനിക വീഴ്ത്തി എന്നുള്ളത് നമുക്ക് വല്ലാത്ത സങ്കടമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അല്പസമയത്തിനകം ഈ മൃതദേഹവും വഹിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രാമചന്ദ്രൻ്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം നീരാഞ്ജനത്തിൽ എത്തിച്ചേരും. മാമംഗലത്താണ്, ഇടപ്പള്ളിയിലെ മാമംഗലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇനി ആ വീട്ടിൽ രാമചന്ദ്രനില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. 6 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് ആരതിക്കുള്ളത്. അതുപോലെ അരവിന്ദ് മേനോൻ അദ്ദേഹത്തിൻ്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല. ആരതി അപാരമായ മനസാന്നിധ്യമുള്ള ലേഡിയാണ്. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും, അതേപോലെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള വിമാനത്താവളത്തെ നടപടിക്രമങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സന്നദ്ധത കാണിച്ച, അച്ഛൻ്റെ മൃതശരീരം കൺമുന്നിൽ കിടക്കുമ്പോഴും അതൊക്കെ ചെയ്യാൻ കരുത്ത് കാണിച്ച ഈ മകൾ കേരളത്തിൻ്റെ പൊന്നോമനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പേരക്കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താനായി പൈൻമരങ്ങൾ ഉൾപ്പെടുന്ന ഇടതൂർന്ന പൈൻമരങ്ങൾ കാടുകളിലേക്ക് ഒളിച്ചു കയറിയ അതേ ആരതി അതിശക്തിയായി മടങ്ങി വന്ന് അച്ഛൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഒക്കെ സാക്ഷിയായി എന്നറിയുമ്പോഴാണ് ഈ ആരതി എന്ന പെൺകുട്ടി അല്ലെങ്കിൽ മകൾ എത്രമാത്രം ധൈര്യശാലിയാണെന്ന് നമ്മൾ അറിയുന്നത്. ചോരകരിയുന്ന അച്ഛൻ്റെ മൃതശരീരത്തെക്കാളും രാജ്യത്തിന് അച്ഛൻ നൽകിയ സംഭാവനയാണ് എന്ന് കരുതിയിട്ടുണ്ടാവും ഈ മകൾ. ഒരുപക്ഷെ ഇന്നലെ മാത്രമാണ് അവർക്ക് കണ്ണീർ പൊട്ടിപ്പോയത്, അവർ കണ്ണീർ കടലായി മാറിയത്. ഇത്ര കാലവും ഇത്ര സമയവും അടക്കി നിർത്തിയ ദുഃഖം അണപൊട്ടി ഒഴുകിയത് ഇന്നലെ മാത്രം ആണ്. കാരണം എല്ലാവരുടെയും മുന്നിൽ അവർ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ വലിയൊരു കടലടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. കാശ്മീരിൽ സഹായികളായ 1-2 ആളുകളുടെ പിൻബലം കൊണ്ടും നോർക്കയുടെ സഹായം കൊണ്ടും എല്ലാവിധമായ കർമ്മങ്ങളും നിറവേറ്റുമ്പോഴും അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച ഈ ആരതി എന്ന മകൾക്കാണ് ഈ നാട് വലിയൊരു സല്യൂട്ട് നൽകേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. 6 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പയന്മര കാടുകളിലേക്ക് ഓടിക്കയറിയ ഈ മകൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ധീരപുത്രിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10 ദിവസങ്ങൾ ടൂറ് പോകാൻ തീരുമാനിച്ച ഒരു സംഘം മടങ്ങിയെത്തുമ്പോൾ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരവുമായി കേരളത്തിലേക്ക് പറക്കേണ്ടി വന്ന ഒരു മകളുടെ ചിത്രം കൂടിയാണ് നമ്മളെ കാണിച്ചു തരുന്ന. കണ്ണീരുകൊണ്ട് ഈ നാട് പ്രണമിക്കുമ്പോൾ, ഒരുപക്ഷെ രാമചന്ദ്രൻ ഓർമ്മയാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ്: തീവ്രവാദികൾക്ക് മാപ്പില്ല. ഇന്ത്യയെ തീവ്രവാദത്തിൻ്റെ അധ്യായങ്ങളിലൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന എല്ലാ തീവ്രവാദ ശക്തികളെയും വേരോടെ പിഴുതെറിയാൻ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ നാടിനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പുൽവാമയ്ക്ക് ശേഷം പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി പോലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികൾ ആ നാടിനെ കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധവെറി കൊണ്ട് പറയുന്നതല്ല ഇതൊന്നും. നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കാനും ചോരകിനിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് ഈ മണ്ണിൽ ഒരിക്കലും വേര് പിടിക്കാൻ കഴിയില്ല. വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പേരുകൾ ചോദിച്ച് വെടിവെച്ച് വീഴ്ത്തിയ ഈ തീവ്രവാദികളുടെ ശ്രമങ്ങളൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല. ദുഃഖത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന കാര്യം കഴിഞ്ഞകാല പാഠങ്ങളായി പാകിസ്ഥാൻ്റെ മുന്നിലുണ്ട്. 65-ലും 71-ലും ഇൻഡോ പാക് യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ നാടൊട്ടുക്ക് പാകിസ്ഥാനെതിരെ നമ്മൾ നിന്നത് ഒറ്റ ശക്തിയായിട്ടാണ്. ഒരു ആൽമരം പോലെ നമ്മൾ നിൽക്കുകയായിരുന്നു. വെറും 13 ദിവസങ്ങൾ കൊണ്ട് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രി, പാകിസ്ഥാനുള്ള യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ എന്താണെന്ന് പാകിസ്ഥാന് തിരിച്ചറിവ് കിട്ടിയിരുന്നു.